ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത നിർമ്മാണത്തിലെ ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ മേൽനോട്ട സമിതിയെ നിയോഗിച്ചു. ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം പിൻവലിക്കാനും തീരുമാനം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിനാവില്ലെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശുദ്ധീകരിച്ച എണ്ണവിലയുടെ അടിസ്ഥാനത്തിലാണ് വില നിർണ്ണയിക്കുന്നതെന്നും മന്ത്രി. GSTയുടെ മറവിൽ ഉപഭോക്താക്കളെ പിഴിഞ്ഞ് ഒരു വിഭാഗം വ്യാപാരികൾ. രജിസ്ട്രേഷൻ നടത്താത്തവർ പോലും ചരക്കു സേവന നികുതി വാങ്ങുന്നു. പരിശോധന മരവിപ്പിച്ച് ലീഗൽ മെട്രോളജി വിഭാഗം. തൃശൂർ പട്ടാളം റോഡ് കുപ്പിക്കഴുത്ത് ഒഴിവാക്കിയുള്ള വികസനം വൈകും. പട്ടാളം റോഡ് വികസന ഫയൽ ജില്ലാ തപാൽ വകുപ്പ് തിരിച്ചയച്ചു. തൃശൂർ നഗരത്തിലെ മാലിന്യങ്ങൾ 25-നകം നീക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മാലിന്യം ഇപ്പോഴും റോഡിൽ തന്നെ. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത നിർമ്മാണത്തിലെ ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ മേൽനോട്ട സമിതിയെ നിയോഗിച്ചു. ഭാരവാഹന നിയന്ത്രണം പിൻവലിക്കാനും നഷ്ടപരിഹാര അപേക്ഷ സ്വീകരിക്കുന്നത് ഒക്ടോബറിൽ അവസാനിപ്പിക്കാനും സമിതി തീരുമാനിച്ചു. കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിലാണ് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ വിലയിരുത്തിയത്. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഏറെക്കുറെ പൂർത്തിയായെന്നും വഴക്കുംപാറ മുതൽ കൊമ്പഴ വരെയുള്ള ടാറിംഗ് അല്പം കൂടി ബാക്കിയുണ്ടെന്നും അവലോകന യോഗം വിലയിരുത്തി. നിലവിൽ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്കില്ലെന്നും സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയെന്നും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും യോഗത്തിൽ വ്യക്തമാക്കി. എന്നാൽ ഇറിഗേഷൻ കനാലുകളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ലെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. 15 പേരടങ്ങുന്ന പ്രത്യേക പോലീസ് സ്ക്വാഡ് മേഖലയിൽ ഡ്യൂട്ടിക്കുണ്ടെന്നും ഹൈവേ പെട്രോളിംഗിന്റെ സേവനം ലഭ്യമാണെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കി. നിർമ്മാണ പ്രവർത്തികളിൽ പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും പുരോഗതിയുണ്ടെന്ന് കളക്ടർ വ്യക്തമാക്കി. തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമരം ഏറെക്കുറെ ഒത്തുതീർപ്പായിട്ടുണ്ടെന്നും നഷ്ടപരിഹാര തുക വിതരണം ചെയ്തില്ലെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും 200 പേർക്കായി 3 കോടിയോളം രൂപ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുകയായി നൽകിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. അത്യാവശ്യം ഇംപ്രൂവ്മെന്റ് ഉണ്ട്, പക്ഷേ ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് പറയാനായിട്ടുണ്ടാവില്ല. സർവീസ് റോഡ് ആക്ച്വൽ അഗ്രിമെന്റിൽ ഇല്ലാത്തതാണ്, ഒരു ചേഞ്ച് ഓഫ് സ്കോപ്പാണ്. പുതിയ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ പുതിയ വർക്കായിട്ട് ചെയ്യേണ്ടതാണ്. അവിടെ സൈഡിൽ കുറച്ച് വലിയ റോഡ് സൈഡിൽ തന്നെ കുറേ പാറകൾ നിങ്ങൾ കാണും. അവിടെ എന്ന് വെച്ചാൽ അത് റോഡ് കട്ട് ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 200-ലധികം പേര് കൊടുത്തിട്ടുണ്ട്, 200-ലധികം പേര് 3 കോടി രൂപ. അപ്പോൾ ഇനിയൊരു 10 ദിവസത്തിനുള്ളിൽ ഏകദേശം ടണലിൻ്റെ മൊത്തം വർക്ക് പൂർത്തിയാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിർമ്മാണത്തിലെ അപാകത മൂലം നീരൊഴുക്ക് തടസ്സപ്പെടുന്നുണ്ടോ എന്ന് NHDP ഡെപ്യൂട്ടി കളക്ടർ S. ഷാനവാസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും കൃഷി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പരിശോധിക്കും. ഫോൺ കണക്ഷൻ, വാട്ടർ കണക്ഷൻ എന്നിവ സംബന്ധിച്ച് BSNL, വാട്ടർ അതോറിറ്റി അധികൃതരും പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. നിർമ്മാണ കരാറുകാരുടെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന. 3 ആഴ്ചയ്ക്കകം തടസ്സങ്ങൾ പരിഹരിച്ച് പ്രവർത്തന പുരോഗതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാതല സമിതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു. CN ജയദേവൻ MP, K. രാജൻ MLA, ദേശീയപാത അതോറിറ്റി, കരാർ കമ്പനി പ്രതിനിധികൾ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിനാവില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. GST കൗൺസിലിന് മാത്രമേ പെട്രോളിയം വിലയിൽ ഇടപെടാൻ അധികാരമുള്ളൂവെന്നും കേന്ദ്രമന്ത്രി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില സംബന്ധിച്ച വിഷയങ്ങളിലെ കേന്ദ്ര സർക്കാരിന്റെ നയം പെട്രോളിയം മന്ത്രി കൂടിയായ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയുടെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. പകരം അന്താരാഷ്ട്ര വിപണിയിലെ ശുദ്ധീകരിച്ച എണ്ണവിലയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് അടിസ്ഥാന മാനദണ്ഡമാകുമ്പോൾ നിലവിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് സ്വാഭാവികം മാത്രമാണ്. ഇതിൽ മാറ്റം വരുത്താനുള്ള പൂർണ്ണ അധികാരം GST കൗൺസിലിൽ നിക്ഷിപ്തവുമാണ്. അതിനാൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള GST കൗൺസിലിൽ പെട്രോളിയം വില സംബന്ധിച്ച ചർച്ച നടത്തും. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയുടെ പരിധിയിൽ കൊണ്ടുവരണമെന്നും കേന്ദ്രം ആവശ്യപ്പെടും. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ പിന്തുണ വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. Government of India's economy will be protected for welfare measures. Simultaneously, consumers' interests can be protected. That is the appropriate body today for tax rationalization. I am sincerely appealing to the GST Council. Let they come together and they all together decide petroleum products should have a rational tax mechanism through GST Council. GST Council is a state body. If Union government will decide
they cannot implement that unless until state will cooperate, state will convince. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് യഥാക്രമം 21.48%, 18.2% വരുമാനമായി ലഭിക്കുന്നത്. ഇതിൽ കേന്ദ്ര വരുമാനത്തിൽ നിന്നും 9% കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലൂടെ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ധനവില വർധനയിൽ നേരിട്ടിടപെടാൻ സാധ്യമല്ലെന്നിരിക്കെ വിലവർധനയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന പ്രചാരണം തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം V. മുരളീധരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് എന്നിവരും മന്ത്രിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. GSTയുടെ മറവിൽ ഉപഭോക്താക്കളെ പിഴിഞ്ഞ് ഒരു വിഭാഗം വ്യാപാരികൾ. രജിസ്ട്രേഷൻ നടത്താത്തവർ പോലും ചരക്കു സേവന നികുതി വാങ്ങുന്നു. പരിശോധന മരവിപ്പിച്ച് ലീഗൽ മെട്രോളജി വിഭാഗം. GST നടപ്പിലായാൽ 80% ഉൽപ്പന്നങ്ങൾക്കും വില കുറയുമെന്ന് പറഞ്ഞവർ പറഞ്ഞതെല്ലാം വിഴിഞ്ഞുകഴിഞ്ഞു. GSTയെ സ്വാഗതം ചെയ്ത ധനമന്ത്രി തോമസ് ഐസക് GST കിഴിവുകളൊന്നും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് തുറന്ന് സമ്മതിച്ചതുമാണ്. ഇത് GSTയുടെ ഒരു വശം. മറ്റൊന്ന്, GSTയുടെ പേരിൽ ഒരു വിഭാഗം വ്യാപാരികൾ ഉപഭോക്താക്കളെ പകൽക്കൊള്ള നടത്തുന്നതാണ്. ഇവർ GST രജിസ്ട്രേഷൻ നടത്തിയവരല്ല, എന്നാൽ ഉപഭോക്താക്കളിൽ നിന്ന് GST തുക ഈടാക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്കും സർക്കാരിനും ഉപകാരമില്ലാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ കൊള്ള നടത്തുന്ന നിരവധി വ്യാപാരികളുണ്ട്. ചിലർ ബില്ലിൽ GST രേഖപ്പെടുത്താതെ തന്നെ തുക ഈടാക്കുമ്പോൾ ഒരു കൂട്ടർ വ്യാജ GST നമ്പർ ബില്ലിൽ പ്രിന്റ് ചെയ്യുന്നു. GST രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്താത്ത ബില്ലിലെ ചരക്കു സേവന നികുതി നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ വ്യാപാരികളെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. വാങ്ങിയ GST തുക ഇവർ തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നു. GST രജിസ്റ്റർ ചെയ്യാത്ത പല ഹോട്ടലുകളും 12 മുതൽ 28% വരെ നികുതിയായി ഈടാക്കുമ്പോൾ ഇതൊന്നും സർക്കാരിലേക്കല്ല, കൊള്ളലാഭം കൊതിക്കുന്ന വ്യാപാരിക്കാണ് കിട്ടുന്നതെന്ന് ജനം തിരിച്ചറിയണം. ഓരോ ബില്ലിലും GST രജിസ്ട്രേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് ഓരോ ഉപഭോക്താവും പരിശോധിക്കണം. ഇല്ലെങ്കിൽ GST നികുതി കൊടുക്കേണ്ടതില്ല. രജിസ്റ്റർ ചെയ്യാത്തവരും വ്യാജ GST നമ്പർ വെച്ചവരും ഉപഭോക്താക്കളെ കൊള്ളയടിക്കുമ്പോൾ പരിശോധന നടത്തേണ്ട നിയമ സംവിധാനം ഉറക്കം നടിക്കുകയാണ്. ഏതാനും ദിവസം പേരിന് പരിശോധന നടത്തിയ ലീഗൽ മെട്രോളജി വിഭാഗം ഇപ്പോൾ തീർത്തും നിശബ്ദരാണ്. GSTയെക്കുറിച്ചുള്ള പൊതുജനത്തിന്റെ അവ്യക്തത മുതലെടുത്ത് ഒരു വിഭാഗം വ്യാപാരികൾ കൊള്ള നടത്തുമ്പോൾ ജനം തന്നെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. GST കൊണ്ട് ഒരു ഗുണവും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ചില കള്ളനാണയങ്ങളുടെ വഞ്ചനക്കിരയാകുന്ന സ്ഥിതിയിലാണ് ജനം. TCV തൃശൂർ. GST രജിസ്ട്രേഷൻ നടത്താത്ത വ്യാപാരികൾ ചരക്കു സേവന നികുതി ഈടാക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ ബിന്നി എമ്മട്ടി പറഞ്ഞു. ഇത്തരം നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. ഇത് ജനങ്ങളെ കൊള്ളയടിക്കലാണെന്നും ഈ തട്ടിപ്പ് തുടരാൻ അനുവദിക്കരുതെന്നും ബിന്നി എമ്മട്ടി പറഞ്ഞു. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യാപാരികൾ GSTയുടെ പേരിലുള്ള നികുതി മേടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാഹചര്യമുണ്ടായത്. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾ പോലും GSTയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്ന്, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നികുതി പണം വാങ്ങാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന വ്യാപാരി വ്യാപാര സമൂഹത്തിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടും അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഒരിക്കലും വ്യാപാര സമൂഹത്തിൻ്റെ ഭാഗത്തുണ്ടാവരുത്. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ഗവൺമെൻറ് വാണിജ്യ നികുതി വകുപ്പിൻ്റെ GST വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം നടത്തി വേണ്ടുന്ന നിലപാടുകൾ, ശക്തമായ നിലപാടുകൾക്ക് അവർക്കെതിരെ സ്വീകരിക്കണം. ഇടവേള. വാർത്തയിലേക്ക്. തൃശൂർ പട്ടാളം റോഡ് കുപ്പിക്കഴുത്ത് ഒഴിവാക്കി വികസനം യാഥാർത്ഥ്യമാകാൻ വൈകും. പട്ടാളം റോഡ് വികസന ഫയൽ ജില്ലാ തപാൽ വകുപ്പ് തിരിച്ചയച്ചു. കേന്ദ്ര മന്ത്രിസഭയും തപാൽ വകുപ്പിന്റെ കേരള റീജിയനും അംഗീകരിച്ച ധാരണാപത്രത്തിൽ കൈമാറ്റ കരാർ 3 മാസത്തിനുള്ളിൽ ഒപ്പുവെക്കണമെന്ന ആവശ്യം ഉയർന്നതുകൊണ്ടാണ് ജില്ലാ തപാൽ വകുപ്പ് ഫയൽ തിരിച്ചയക്കാൻ കാരണം. സംശയ ദൂരീകരണം നടത്തുകയോ പുതിയ കരാർ തയ്യാറാക്കുകയോ ചെയ്യണമെന്ന് തപാൽ വകുപ്പ് കോർപ്പറേഷനെ അറിയിച്ചു. എന്നാൽ തപാൽ വകുപ്പിന്റെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കി. നടപടികൾ വൈകിപ്പിച്ചത് തപാൽ വകുപ്പായതിനാൽ മറ്റൊരു കരാറിന് തങ്ങൾ തയ്യാറല്ലെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കി. ധാരണാപത്രം വൈകിപ്പിച്ചത് തപാൽ വകുപ്പാണെന്നും കോർപ്പറേഷന് ഉത്തരവാദിത്വമില്ലെന്നുമുള്ള കുറ്റപ്പെടുത്തലോടെയാണ് തപാൽ വകുപ്പിന് കോർപ്പറേഷൻ മറുപടി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ്യിലാണ് പോസ്റ്റ് ഓഫീസ് മാറ്റം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. 2014 നടപടി ആരംഭിച്ചത്. റോഡ് വികസനത്തിന് പോസ്റ്റ് ഓഫീസ് വിട്ടു നൽകുമ്പോൾ പകരം ഭൂമിയും കെട്ടിടവും കോർപ്പറേഷൻ കൈമാറണമെന്നായിരുന്നു കരാറിലെ പ്രധാന വ്യവസ്ഥ. ഇത് സംബന്ധിച്ച കരാറിൽ 2016 സെപ്റ്റംബർ തപാൽ വകുപ്പുമായി കോർപ്പറേഷൻ കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. കെട്ടിടം പൊളിച്ചാലും പോസ്റ്റ് ഓഫീസ് സ്ഥലം കൈമാറി കിട്ടണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം വേണമെന്നതായിരുന്നു കോർപ്പറേഷനെ അലട്ടിയിരുന്നത്.
എന്നാൽ നിരന്തര ഇടപെടലിനെ തുടർന്ന് കോർപ്പറേഷൻ പട്ടാളം റോഡിലെ മറ്റൊരു സ്ഥലത്ത് പോസ്റ്റ് ഓഫീസിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി കേന്ദ്ര ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂലൈയിൽ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. സംസ്ഥാന റീജിയണൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ തിരുവനന്തപുരത്തെ കേന്ദ്ര തപാൽ വകുപ്പിനെ തുടർ നടപടികൾക്കായി ചുമതലപ്പെടുത്തി. ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് നിന്ന് തൃശൂർ തപാൽ പോസ്റ്റ് മാസ്റ്റർ ജനറലിന് ഫയൽ നൽകിയത്. ധാരണാപത്രത്തിൽ കരാർ ഒപ്പുവെക്കാൻ 3 മാസ കാലാവധിയെന്ന് രേഖപ്പെടുത്തിയിരുന്നതിനനുസരിച്ച് കഴിഞ്ഞ ജൂലൈയിൽ സമയം കഴിഞ്ഞിരുന്നു. ഈ വാചകം ചൂണ്ടിക്കാട്ടിയാണ് സംശയ ദൂരീകരണം എന്ന വാദവുമായി ജില്ലാ തപാൽ വകുപ്പ് ഫയൽ തിരിച്ചയച്ചത്. എന്നാൽ ഫയൽ വൈകിപ്പിച്ചതും തുടർ നടപടികൾ എടുക്കാതിരുന്നതും തപാൽ വകുപ്പാണെന്ന ഉറച്ച നിലപാടിലാണ് കോർപ്പറേഷൻ. ഇതോടെ കരാർ പുതുക്കേണ്ടി വന്നാൽ പട്ടാളം റോഡ് വികസനം യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടിയും വരും. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ നഗരത്തിലെ മാലിന്യങ്ങൾ റോഡിൽ തന്നെ. മാലിന്യങ്ങൾ 25-നകം നീക്കം ചെയ്യുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. റോഡുകളിൽ മാലിന്യം കുമിഞ്ഞുകൂടിയതിനെ തുടർന്ന് കോൺഗ്രസ് BJP കൗൺസിലർമാർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നതെന്നാണ് പ്രശ്നപരിഹാരത്തിനായി പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നത്. കഴിഞ്ഞ 18-ന് മേയറും ഡെപ്യൂട്ടി മേയറും വിളിച്ചു ചേർത്ത ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് നിലവിൽ റോഡിൽ കുമിഞ്ഞുകൂടിയെടുക്കുന്ന മാലിന്യങ്ങൾ ഈ മാസം 25-നകം നീക്കം ചെയ്യാൻ ധാരണയായത്. എന്നാൽ പ്രഖ്യാപിച്ച സമയപരിധി തീർന്നുവെങ്കിലും മാലിന്യ നീക്കം കാര്യമായി നടപ്പിലാക്കാനായില്ല. നഗരത്തിലെ പല റോഡുകളിലും മാലിന്യങ്ങൾ പരന്നുകിടക്കുന്ന അവസ്ഥ തന്നെയാണ്. വിവിധ ഡിവിഷനുകളിലായി 13 ടൺ മാലിന്യമാണ് കുമിഞ്ഞുകൂടി കിടക്കുന്നതെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നൽകിയ കണക്ക്. ഈ മാലിന്യങ്ങൾ മാറ്റുന്നതിന് പ്രത്യേക സ്ഥലങ്ങൾ ഇല്ലാത്തതിനാൽ എങ്ങനെയെങ്കിലും നീക്കം ചെയ്യണമെന്നായിരുന്നു അതാത് ഡിവിഷനുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നൽകിയ നിർദ്ദേശം. കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ കുഴിച്ചുമൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്യാൻ വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പുറമെ സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി ആ പരിസരങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനും മാലിന്യ നിക്ഷേപം തടഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും പൊതുവെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റോഡിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളുടെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനിടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വീടുകൾക്ക് നൽകുന്ന ചാക്കുകളുടെ വിതരണം പല ഡിവിഷനുകളിലും പൂർത്തിയാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് TCV. ഇനി TCV തേടായി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിച്ചു കളയുന്നത് ക്യാൻസർ അടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നറിഞ്ഞിട്ടും മാലിന്യങ്ങൾ ദിവസേന കൂട്ടിയിട്ട് കത്തിക്കുന്ന തൃശൂർ കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക്. സിറ്റിസൺ ജേർണലിസ്റ്റ് നന്ദ തൃശൂരാണ് വാർത്താ ദൃശ്യം അയച്ചു നൽകിയത്. എല്ലാ പ്രഭാതത്തിലും തൃശൂർ നഗരപരിസരം അഗ്നിപർവ്വതങ്ങൾ കണക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് ചെറിയ അഗ്നിപർവ്വതങ്ങളായി റോഡരികിൽ പുകയുന്നത്. തേക്കിൻകാട് മൈതാനത്തും നഗരത്തിലെ സുപ്രധാന റോഡുകളിലുമെല്ലാം ഇപ്രകാരം പുകയുന്ന മാലിന്യ കൂമ്പാരങ്ങൾ പതിവ് കാഴ്ചയാണ്. മാലിന്യം സംസ്കരിക്കാൻ നിയോഗിക്കപ്പെട്ട കോർപ്പറേഷൻ ജീവനക്കാർ തന്നെയാണ് ഈ പാതകം ചെയ്യുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന ഈ ഗുരുതര ക്രമക്കേട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ അറിവോടും മൗനാനുവാദത്തോടെയുമാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകും വിധമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ദിവസേന കത്തിക്കുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സംവിധാനം പൂർണ്ണമായും നിലച്ചതോടെ ഈ ദുസ്ഥിതി വ്യാപകമായിരിക്കുകയാണ്. മാലിന്യം നിക്ഷേപിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്ന സർക്കാർ തന്നെയാണ് അതിലും വലിയ ക്രിമിനൽ കുറ്റം ചെയ്യുന്നതെന്നാണ് ആക്ഷേപം. മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്ന ഇൻസിനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ നടപ്പാക്കാതെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം അധികൃതർ ഉപേക്ഷിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കടങ്ങോട് പാറപ്പുറം പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന പാറപ്പുറം സ്വദേശിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയ വീട്ടിൽ അശോകനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് കഞ്ചാവ് പൊതികൾ കണ്ടെടുത്തു. നഗരസഭകളിലും താലൂക്ക് ആസ്ഥാനങ്ങളിലും പൊതുശ്മശാനങ്ങൾ നിർമ്മിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നഗരസഭകളിലും താലൂക്ക് ആസ്ഥാനങ്ങളിലും ജനസംഖ്യാനുപാതികമായി ശവസംസ്കാരത്തിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അനാഥരുടെയും ഭൂരഹിതരുടെയും പരിമിത ഭൂമിയുള്ളവരുടെയും ശവസംസ്കാരം മനുഷ്യോചിതമായി നിറവേറ്റാൻ മലയാളികൾക്ക് കഴിയണമെന്ന് കമ്മീഷൻ അംഗം K. മോഹൻകുമാർ വ്യക്തമാക്കി. അടുക്കള പൊളിച്ചും ചുമരിടിച്ചും കിണറിന് സമീപവും മൃതശരീരം അടക്കം ചെയ്യേണ്ടി വരുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഭൂരഹിതരും ലക്ഷം വീട് കോളനികളിലെ താമസക്കാരും മരിച്ചാൽ അനാഥ ശവങ്ങളായി 6 അടി മണ്ണിനു വേണ്ടി കാത്തുകിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. മരിച്ചവർക്കും മനുഷ്യാവകാശമുണ്ടെന്ന കാര്യം മറക്കരുതെന്നും കമ്മീഷൻ അംഗം K. മോഹൻകുമാർ പറഞ്ഞു.
കൊച്ചിയിൽ വരാനിരിക്കുന്ന അണ്ടർ 17 ഫിഫ വേൾഡ് കപ്പിന്റെ പ്രചരണാർത്ഥം ബുധനാഴ്ച സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്ന 1 മില്യൺ ഗോൾ പരിപാടിയുടെ മുന്നോടിയായി തൃശൂരിൽ വിളംബര ഘോഷയാത്രയും ബലൂൺ പറത്തലും നടന്നു. CMS സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു. ഫുട്ബോൾ ഉരുട്ടിക്കൊണ്ട് സ്വരാജ് റൗണ്ടിലൂടെ നടന്ന ഘോഷയാത്ര തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. നെഹ്റു യുവകേന്ദ്ര, ജില്ലാ ഭരണകൂടം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ യൂത്ത് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വിൻസെന്റ് കാട്ടുകാരൻ, സെക്രട്ടറി ജനാർദ്ദനൻ, നെഹ്റു യുവകേന്ദ്ര ബ്ലോക്ക് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി, ഇരിങ്ങാലക്കുട, വാടാനപ്പള്ളി, കുന്നംകുളം കേന്ദ്രങ്ങളിൽ നിന്ന് രാവിലെ ആരംഭിച്ച റോൾ ദി ബോൾ റോഡ് ഷോകൾക്ക് വിവിധ സെന്ററുകളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് തൃശൂരിൽ എത്തിച്ചേർന്നത്. വളപ്പായ കോഴിക്കുന്ന് പൂതകുളത്ത് സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കണ്ണൂർ സ്വദേശി ഉമേഷാണ് മരിച്ചത്. വളപ്പായയിലെ സ്വകാര്യ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ എത്തിയതായിരുന്നു യുവാവ്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ റൂറൽ പോലീസിനെ സ്വന്തം ശ്വാനസേന. ഹരിയാനയിലെ ദേശീയ ശ്വാന പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ഇൻഡോ ടിബറ്റൻ പോലീസ് നൽകിയ പരിശീലനം പൂർത്തിയാക്കിയാണ് ഹണിയും സ്വീറ്റിയും തൃശൂർ റൂറൽ പോലീസിന്റെ പ്രഥമ ശ്വാനസേനാംഗങ്ങളായി എത്തിയത്. 9 മാസത്തെ പരിശീലനമാണ് ഇരു ശ്വാനറാണിമാർക്കും നൽകിയിരിക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ സ്വീറ്റി സ്ഫോടക വസ്തുക്കൾ മണം പിടിച്ചു കണ്ടെത്തുന്നതിലും ഹണി കുറ്റാന്വേഷണത്തിലുമാണ് മികവ് പുലർത്തിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ ഡോഗ് സ്ക്വാഡിനായി കെട്ടിടം നിർമ്മിക്കും. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രാമവർമ്മപുരം ഡോഗ് സ്ക്വാഡ് ആസ്ഥാനത്തുള്ള ഹണിയെയും സ്വീറ്റിയെയും ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകും. സിവിൽ പോലീസ് ഓഫീസർമാരായ PV സുജീഷ്, MA അനൂപ്, MF റിജേഷ്, PR അനീഷ് എന്നിവരാണ് ശ്വാനസേനയെ നിയന്ത്രിക്കുന്നത്. ഇടവേള. വാർത്തയിലേക്ക്. ഓടുന്ന ബസ്സിൽ യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പ്രൊഫസറുടെ ജാമ്യാപേക്ഷ തൃശൂർ പോക്സോ കോടതി തള്ളി. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർവ് സ്റ്റേഷനിലെ മേധാവി പ്രൊഫസർ മറ്റത്തൂർ സ്വദേശി എടത്തോട്ട് വീട്ടിൽ ശ്രീനിവാസിന്റെ ജാമ്യാപേക്ഷയാണ് തൃശൂർ പോക്സോ സ്പെഷ്യൽ സെഷൻസ് കോടതി ജഡ്ജി മുഹമ്മദ് വാസിൻ തള്ളിയത്. പെൺകുട്ടിയുടെ മൊഴിപ്രകാരം കഴിഞ്ഞ 20-ന് ശ്രീനിവാസിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പോക്സോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പയസ് മാത്യു കോടതിയിൽ ഹാജരായി. നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപ് നൽകിയ ജാമ്യാപേക്ഷ ചാലക്കുടിയിലെ ഡി സിനിമാസ് ഭൂമി ദിലീപ് കയ്യേറിയതാണെന്ന ആലുവ സ്വദേശിയുടെ പരാതിയിലുള്ള തൃശൂർ ജില്ലാ കളക്ടറുടെ ഹിയറിംഗ് പൂർത്തിയായി. ഇരുഭാഗത്തിന്റെയും വാദം പൂർത്തിയായതോടെ 2 ആഴ്ചയ്ക്കകം ജില്ലാ കളക്ടറുടെ തീർപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ഡി സിനിമാസിന്റെ കയ്യേറ്റത്തിനെതിരെ തൃശൂർ വിജിലൻസ് കോടതിയിൽ പൊതുപ്രവർത്തകനായ PD ജോസഫ് സമർപ്പിച്ച ഹർജി ബുധനാഴ്ച കോടതി പരിഗണിക്കും. ദിലീപും തൃശൂർ ജില്ലാ കളക്ടർ MS ജയയും എതിർകക്ഷികളായ കേസിന്റെ ത്വരിതാന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരുന്നു. സർവേ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി സിനിമാസ് ഭൂമിയിൽ കയ്യേറ്റം കണ്ടെത്താനായിട്ടില്ലെന്നാണ് തൃശൂർ വിജിലൻസ് DYSPയുടെ അന്വേഷണ റിപ്പോർട്ട്. ചാലക്കുടി പുഴയിൽ രാസവസ്തു ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ 6 പേരെ പിടികൂടി. ഇവരിൽ നിന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പിഴ ഈടാക്കി. നശീകരണം, മത്സ്യബന്ധന രീതിയിൽ തോട്ട പൊട്ടിക്കൽ, വൈദ്യുതി ഉപയോഗിക്കൽ, രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് മീൻ പിടിക്കൽ എന്നിവ കുറ്റകരമാണെന്ന് ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കാറിന് ഇഷ്ട നമ്പർ സ്വന്തമാക്കാൻ ഉടമ മുടക്കിയത് 5,35,000 രൂപ. വട്ടേക്കാട് രായംമറയ്ക്കാർ നാലകത്ത് മുഹമ്മദ് ഷെരീഫാണ് KL 46R1 എന്ന നമ്പർ സ്വന്തമാക്കാൻ ഇത്രയും തുക മുടക്കിയത്. നമ്പർ ലഭിക്കാൻ ഗുരുവായൂർ ജോയിന്റ് RTO ഓഫീസിൽ നേരത്തെ ലക്ഷം രൂപ അടച്ചിരുന്നു. കൂടുതൽ പേർ ഈ നമ്പറിന് ആവശ്യക്കാരായി വന്നതോടെ ലേലം നടത്തുകയായിരുന്നു. KL 46R7 എന്ന നമ്പർ 1,53,000 രൂപയ്ക്കും ലേലം പോയി. ഗുരുവായൂർ ജോയിന്റ് RTO ഓഫീസിൽ 35 വാഹനങ്ങൾക്കുള്ള നമ്പറിന്റെ ലേലം നടന്നു. ഈ ഇനത്തിൽ 8 ലക്ഷത്തിലധികം രൂപ ലഭിച്ചു. ജോയിന്റ് RTO SR ഷാജിയുടെ നേതൃത്വത്തിലാണ് ലേല നടപടികൾ പൂർത്തിയാക്കിയത്. നോർത്ത് ചാലക്കുടിയിൽ വീട് ഇടിഞ്ഞു വീണു. പോട്ടയടുത്ത് വേലായുധന്റെ പഴക്കമെത്തിയ ഓടിട്ട വീടാണ് വീണത്. വീടിനുള്ളിലുണ്ടായിരുന്ന വേലായുധനും ഭാര്യ കാർത്തിയായനിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഏതാനും ദിവസം മുമ്പ് വരെയുണ്ടായ തുടർച്ചയായ മഴയിൽ വീട് നനഞ്ഞു കുതിർന്നിരുന്നു. വിവരമറിഞ്ഞ് BD ദേവസി MLA, നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ തുടങ്ങിയവർ സ്ഥലത്തെത്തി. വീട് പുതുക്കി പണിയുന്നതിന് ധനസഹായം നൽകാൻ MLA കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. വ്യാജ ചികിത്സ പ്രതിരോധിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമായി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വ്യാജ വൈദ്യ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. വ്യാജ വൈദ്യ വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ K രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ P ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ M അർജുനൻ വിശദീകരണം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ജോസഫ്, ഡോക്ടർ രവി മോസ്, ഡോക്ടർ A ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു.
ബീവറേജ് കോർപ്പറേഷൻ ചാലക്കുടി ഗോഡൌണിലെ ലേബലിംഗ് തൊഴിലാളി ലിജ സുനിൽകുമാറിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത മാനേജ്മെന്റിനെതിരെ സമരവുമായി SC/ST ലീഗൽ ഓർഗനൈസേഷനും സാമുദായിക രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത്. ജില്ലാ ലേബർ ഓഫീസറുടെ ഉത്തരവുണ്ടായിട്ടും ലിജയെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തത് അന്യായമാണെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഈ മാസം 28 രാവിലെ 9 ചാലക്കുടി ബീവറേജ് കോർപ്പറേഷൻ ഗോഡൌൺ ഉപരോധിക്കുമെന്നും ഇവർ അറിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ MV പ്രകാശ്, ഓർഗനൈസിംഗ് സെക്രട്ടറി KA രമേശൻ, AV പ്രസാദ്, MV ശശി, ഗണേഷ് ചാത്തപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു. ആധാരമെഴുത്തുകാരനായ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. കാളത്തോട് കുറ്റിച്ചിറ റോഡ് മമത ലൈനിൽ പള്ളിയിൽ വീട്ടിൽ 59 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പുലഴി ക്രിസ്റ്റീന ഹോമിൽ സംഘടിപ്പിച്ച മാർ ജോസഫ് കുണ്ടുകുളം ജന്മശതാബ്ദി ആഘോഷം ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി ഉദ്ഘാടനം ചെയ്തു. അമ്മ എന്ന സ്ഥാപനത്തിന്റെ സാരഥി ഡോക്ടർ P. ഭാനുമതിക്ക് മാർ ജോസഫ് കുണ്ടുകുളം പുരസ്കാരം ചടങ്ങിൽ സമ്മാനിച്ചു. പുലഴി മണ്ണുതൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം രക്ഷാധികാരി AN വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മാർ ജോസഫ് കുണ്ടുകുളം ഭവനത്തിന്റെ ശിലാശീർവാദവും ചടങ്ങിൽ നിർവഹിച്ചു. ക്രിസ്റ്റീന ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി അനുസ്മരണ യോഗത്തിന് നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുന്നിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംരക്ഷിക്കാതെ കേരള ബാങ്ക് രൂപീകരണവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ സഹകരണ ബാങ്ക് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റ് MK അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, CI സെബാസ്റ്റ്യൻ, TV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. BRD കാർവേൾഡിന്റെ മുരിങ്ങൂർ സെയിൽസ് കേന്ദ്രത്തിൽ തീപിടുത്തം. അറ്റകുറ്റപ്പണികൾക്കായിട്ടിരുന്ന ടെമ്പോ വാൻ, ആപ്പെ ഓട്ടോറിക്ഷ എന്നിവ കത്തിനശിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ആപ്പെ സർവീസ് വിഭാഗത്തിൽ ഹാളിന് പുറത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കെ ജനറേറ്ററിൽ നിന്നും തീ പടരുകയായിരുന്നുവെന്ന് പറയുന്നു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇടവേള. വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടെ ഭക്തന്റെ പോക്കറ്റടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ വരവൂർ എട്ടോണം വളവ് മണിപ്പാറ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടുംബസമേതം ദർശനത്തിനെത്തിയ പാലക്കാട് വണ്ടിത്താവളം സ്വദേശി ഹരിദാസിന്റെ 2500 രൂപയാണ് പോക്കറ്റടിച്ചത്. ഉണ്ണികൃഷ്ണൻ പോക്കറ്റടിക്കുന്നത് കണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ പിടികൂടുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന ജനരക്ഷായാത്രയുടെ സ്വാഗത സംഘം ഓഫീസ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ K. സുരേന്ദ്രൻ, M. ഗണേഷ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ്, ചാലക്കുടി, തൃശൂർ, കോഴിക്കോട്, പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ BJP നേതാക്കളുടെ യോഗത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ശക്തൻ തമ്പുരാൻ മെമ്മോറിയൽ കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശക്തൻ തമ്പുരാന്റെ 212ാമത് ചരമദിനം ആചരിച്ചു. ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലെ ശക്തൻ കുടീരത്തിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. കലാ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ അസോസിയേഷൻ രക്ഷാധികാരി ഡോക്ടർ T. S. സുന്ദരമേനോൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി റോളി ബാബു, ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് ചന്ദ്രദാസ്, ഫാദർ CG സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് കപ്പളേങ്ങാട് ക്ഷേത്രത്തിലെ ഓലഷെഡ് തീവച്ച് നശിപ്പിച്ചു എന്ന കേസിൽ 1-ാം പ്രതിയായ വടക്കേക്കാട് കരിയത്ത് സുബീഷിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. 2012 ഫെബ്രുവരി 5 രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സുബീഷ് കുറ്റം ചെയ്തതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി KN ഹരികുമാർ പ്രസ്താവിച്ചു. പ്രതിക്കു വേണ്ടി അഡ്വക്കേറ്റ് T. രാമചന്ദ്രൻ ഹാജരായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ASFന്റെ നേതൃത്വത്തിൽ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. കാലാവസ്ഥാ വ്യതിയാന ക്യാമ്പസിന് അംഗീകാരം ലഭ്യമാക്കുകയും അടിസ്ഥാന സൗകര്യം ഒരുക്കുകയും ചെയ്യുക, PSC തസ്തിക സൃഷ്ടിക്കുക, ഹോസ്റ്റലിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന ധർണ ASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജംഷീർ മങ്കര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുബിൻ നാസർ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി ശ്യാൽ പുതുക്കാട്, CPI മാടക്കത്ര ലോക്കൽ സെക്രട്ടറി പ്രസാദ് പറയേരി, ASF സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമ്യ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനം മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് EC പത്മരാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി TV സുധാകരൻ, VV ദേവദാസ്, N കനകൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത നിർമ്മാണത്തിലെ ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ മേൽനോട്ട സമിതിയെ നിയോഗിച്ചു. ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം പിൻവലിക്കാനും തീരുമാനം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിനാവില്ലെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശുദ്ധീകരിച്ച എണ്ണവിലയുടെ അടിസ്ഥാനത്തിലാണ് വില നിർണ്ണയിക്കുന്നതെന്നും മന്ത്രി. GSTയുടെ മറവിൽ ഉപഭോക്താക്കളെ പിഴിഞ്ഞ ഒരു വിഭാഗം വ്യാപാരികൾ. രജിസ്ട്രേഷൻ നടത്താത്തവർ പോലും ചരക്കു സേവന നികുതി വാങ്ങുന്നു. പരിശോധന മരവിപ്പിച്ച് ലീഗൽ മെട്രോളജി വിഭാഗം. തൃശൂർ പട്ടാളം റോഡ് കുപ്പിക്കഴുത്ത് ഒഴിവാക്കിയുള്ള വികസനം വൈകും. പട്ടാളം റോഡ് വികസന ഫയൽ ജില്ലാ തപാൽ വകുപ്പ് തിരിച്ചയച്ചു. തൃശൂർ നഗരത്തിലെ മാലിന്യങ്ങൾ 25-നകം നീക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മാലിന്യം ഇപ്പോഴും റോഡിൽ തന്നെ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joya Lucas,